ഹായ് ഗേഴ്സ്, വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലീനിങ് ആണ് മെയിനായിട്ട് ഉണ്ടാവുക. അതായത് ക്ലീനിങ്ങിനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല, അതങ്ങനെ തന്നെയാണ്. ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഉണ്ടാവുക. അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് കൊടുക്കുന്നത്. പിന്നെ യൂട്യൂബിൻ്റെ 2-3 വിശേഷങ്ങളൊക്കെ ഉണ്ട്, അത് വീഡിയോൻ്റെ എൻഡിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് നോക്ക്. നിങ്ങൾ ഇഷ്ടമാവുന്നുണ്ടോ എന്ന് അറിയണ്ടേ? പിന്നെ യൂട്യൂബിൽ എന്തായാലും നിങ്ങൾ പേടിക്കൊന്നും ചെയ്യേണ്ട, വ്യൂ കയറി പോവും. എൻ്റെ ഒരവസ്ഥ നിങ്ങൾ കണ്ടു നോക്കണം. ഞാൻ ലാസ്റ്റോട്ടാണെന്നെല്ലാം പറയുന്നത്. നല്ല മോട്ടിവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. ക്ലീനിങ്ങിൻ്റെ പരിപാടി ഇവിടെ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അഴുക്കും പൊടികളൊക്കെ ഉണ്ടാവുക ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗത്താണല്ലേ. മേൽഭാഗം മാത്രം ക്ലീൻ ആക്കിയിട്ടിട്ട് പോകും. അടിഭാഗം നമ്മൾ സത്യം പറഞ്ഞാൽ ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. നമ്മളെ ശ്രദ്ധ അതിലേക്ക് വരുന്നില്ല, അടിയല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മൾ അതങ്ങ് ഒഴിവാക്കിയിടാൻ പറ്റില്ല. ഈ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എണ്ണയൊക്കെ ചിലപ്പം മറിഞ്ഞതുണ്ടാകും, അതേപോലെ തന്നെ പാലൊക്കെ തിളച്ച് മറിഞ്ഞതുണ്ടാകും. അങ്ങനെ ഓരോന്നും ചിലപ്പോൾ നമ്മളെ ശ്രദ്ധ കുറവുകൊണ്ട് തന്നെ പലതും മറന്നതൊക്കെ അടിയിൽ പോയിട്ടാണ് കിടക്കല്ലേ. അതേപോലെ തന്നെ പൊടികളൊക്കെ ഉണ്ടാവും. പൊടികൾ മാത്രമാണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാൽ അതങ്ങ് വൃത്തിയാക്കി എടുത്താൽ മതി. ഇങ്ങനെ മറന്നതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കൈയോടെ തന്നെ ക്ലീനാക്കി ഇടാൻ വേണ്ടിയിട്ട് നോക്കണം. 2-3 ദിവസമൊക്കെ കഴിഞ്ഞാൽ അത് ക്ലീനാക്കി എടുക്കാൻ ഒരു പാട് തന്നെയാണ്. എണ്ണയൊക്കെ മറിഞ്ഞതാണെങ്കിൽ പ്രത്യേകിച്ചിട്ടും, അതേപോലെ തന്നെ പാല് മറിഞ്ഞില്ല എന്തായാലും ഒരു സ്മെല്ല് വരുമല്ല, അതിൽ അണുക്കളൊക്കെ ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ഒരു അടുപ്പിൻ്റെ ബാക്ക് ഭാഗം അവിടെ എന്തായാലും നമ്മൾ ഫിഷ് അതേപോലെ തന്നെ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെയൊക്കെ പോയിട്ട് തെറിച്ചിട്ടുണ്ടാകും. അതൊക്കെ കൈയോടെ തന്നെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ആ ഒരു ഭാഗത്ത് വരുന്ന ടൈലും അടക്കം മൊത്തത്തിൽ ആ ഒരു ഭാഗം ക്ലീനാക്കി എടുക്കുക. ആ ഭാഗമൊക്കെ സ്പ്രേ വെച്ചിട്ട് തന്നെ പിന്നെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. 2-3 തവണയായിട്ട് മാറ്റിയിട്ട് തന്നെ ആ ഒരു ഭാഗം കിച്ചൺ ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക. ഏതൊരു പണിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പണിയൊക്കെ ഈസി ആയിട്ട് തോന്നും, എല്ലാം നമ്മളെ കയ്യിൽ ഒതുങ്ങും. അതൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുന്നതല്ലേ. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാം ഈസി തന്നെയാണ്. അതേപോലെ തന്നെയാണ് ക്ലീനിങ്ങിൻ്റെ കാര്യവും. പിന്നെ എല്ലാ ദിവസവും ഒരേപോലെ അല്ലല്ലോ, മനുഷ്യന്മാരല്ലേ. ചില ദിവസങ്ങളിലൊക്കെ മടിയൊക്കെ ഉണ്ടാകും. പക്ഷെ മടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കൂടുതലും മടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള വഴി പിന്നെ കണ്ടെത്തണം. അതായത് പിന്നെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടുതലായിട്ട് പിന്നെ കൊണ്ട് നടക്കാൻ പാടില്ല. അത് ഞാൻ എല്ലാ വീഡിയോസിലും കൂടുതലായിട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ്. അതാണ് നമ്മളെ കൂടുതൽ മടിയിലേക്ക് എത്തിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ എല്ലാ പാത്രങ്ങളും പെട്ടെന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ പാത്രങ്ങൾ പിന്നെ കൂട്ടി വെക്കുന്ന ഒരു പരിപാടി ഇല്ല, അത് ശരിയില്ലാത്തൊരു പരിപാടി തന്നെയല്ലേ ഈ ഒരു കൂട്ടി വെക്കുന്ന ഒരു സംഭവം. പെട്ടെന്ന് തന്നെ അവിടെ നിറയാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കരുത്. ഇങ്ങനെ നിറയാൻ വേണ്ടിയിട്ട് കാത്തു നിന്നാലാന്ന് അള്ളാഹു ഒക്കെ പറയും, മൊത്തത്തിലുള്ള പാത്രം കഴുകി എടുക്കട്ടെ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കഴുകി എടുക്കുക. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതൊന്നും വലിയൊരു പണിയായിട്ട് തോന്നൂല. പക്ഷേ ഉള്ളത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അത്രയെല്ലാം തന്നെയാണല്ലേ. പെട്ടെന്ന് സോപ്പെല്ലാം അരച്ചിട്ട് പെട്ടെന്ന് കഴുകിയെടുത്തിട്ട് എല്ലാം അതാത്ത സ്ഥാനത്ത് വെക്കുമ്പോൾ അവിടെ നല്ലൊരു നീറ്റായിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, എന്തൊന്നുമില്ലാതെ ഒരു സന്തോഷമല്ലേ ഉണ്ടാവുക. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാത്രങ്ങൾ കൂടുതൽ വലിച്ച് വാരി ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണ് ഓരോ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുക അല്ലേ. അരി കഴുകാൻ കിണ്ണെടുക്കും, പിന്നെ ഫിഷ് കട്ട് ചെയ്യാൻ എടുക്കും, പിന്നെ വെജ് കട്ട് ചെയ്യാൻ എടുക്കും, അങ്ങനെ ഓരോന്നിനും എടുക്കും. അതിന് പകരമായിട്ട് എടുത്ത് തന്നെ കഴുകിയിട്ട് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അന്നേരം പിന്നെ നമ്മളെ പാത്രം കഴുകുന്നത് കുറഞ്ഞ് കിട്ടും. അതേപോലെ തന്നെ സിങ്കിൻ്റെ അവിടെയുള്ള എല്ലാ പാത്രങ്ങളും കഴുകി പിന്നെ കൈയോടെ തന്നെ സിങ്കും ക്ലീൻ ആക്കി ഇടാൻ വേണ്ടിയിട്ട് നോക്കണം. എന്നിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മളെ കിച്ചണ് കാണാൻ അടിപൊളിയായി. എന്താ പറയുക, നമുക്ക് കയറി വരുമ്പം തന്നെ എന്തെന്നില്ലാതെ ഒരു എനർജി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണെന്ന് അറിയാം, എന്നാലും മടിച്ച് നിൽക്കുന്നവരുണ്ടാവില്ലേ, വേണ്ടാണ്ട് അവിടെ ഇവിടെയും കുട്ടിയിരുന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ, നമുക്കും ഒരു മോട്ടിവേഷൻ, അത്രയെല്ലാം തന്നെയാണ്. പിന്നെ ഫോൺ എടുത്താൽ തന്നെ നമ്മളെ സമയം പോകുന്നത് മനസ്സിലാവില്ല കേട്ടോ. സത്യം പറയാല്ലേ, നമ്മളിങ്ങനെ ഓരോ മെസ്സേജ് ഇങ്ങനെ ഇനി എന്താ ഉള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. വെറുതെ സമയത്തിന് ഇങ്ങനെ കൊല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ, എടുക്കേണ്ട പണിയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഫോൺ എടുക്കാൻ പോകാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് നോക്കിയാൽ പിന്നെ അതിൽ തന്നെ ആകിപ്പോവും അല്ലേ. സമയം പോകുന്നത് മനസ്സിലാവില്ല. അതങ്ങനെ തന്നെയാണ്. അത് കയ്യിൽ നിന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രത്യേകിച്ചിട്ട് രാവിലെയാണ് എല്ലാ പേർക്കും കൂടുതൽ കുറച്ച് പണിയൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഈ പണിയൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്തും ക്ലീനിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് ബോറടിക്കാതിരിക്കണമെങ്കിൽ പിന്നെ എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ. ചില ദിവസം ബോറലടിക്കും, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ചില ദിവസം നമ്മൾ നല്ലോണം ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ദിവസവും ഉണ്ട് അല്ലേ. എല്ലാവരും എല്ലാ ദിവസവും ഒരുപോലെ എല്ലാ മാറ്റങ്ങളൊക്കെ സംഭവിക്കും, അത് എത്ര വലിയവരാണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഇങ്ങനെ മതപ്രഭാഷണമൊക്കെ അവിടെ ഓണാക്കിയിട്ട് വെക്കുക. എന്നാൽ പിന്നെ നല്ലൊരു സുഖമാണ് അത് കേട്ടിട്ട് ഇങ്ങനെ ഓരോ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് ദിക്ർ സ്വലാത്ത് അധികരിപ്പിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അല്ലേ. എന്നാൽ പിന്നെ ഒരു ചിന്തയും നമ്മളെ മനസ്സിലേക്ക് കടന്നു വരില്ല അല്ലേ. നല്ലൊരു റാത്തായിരിക്കും. ഇതെല്ലാം പിന്നെ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ലെങ്കിലും നന്നായിട്ട് വൃത്തിയാക്കാനുണ്ടാവും. വേഗം പൊടി പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. പിന്നെ അങ്ങനെ പൊടി കൂടി വരാൻ വേണ്ടിയിട്ട് കാത്തു വെക്കൂല. അന്നേരം പിന്നെ പണി കൂടുതൽ ചെയ്യുമോ, അതും എല്ലാം വൃത്തിയാവും ചെയ്യില്ല. അപ്പോൾ കുറച്ച് ആകുന്നതിനും വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം. ഞാൻ പിന്നെ ഇതെല്ലാം സ്റ്റോർ റൂമിലാണ് വെക്കാറ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ പണിയും ഒരു ദിവസം കൊണ്ട് തന്നെ എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. അതായത് ക്ലീനിങ്ങിൻ്റെ പരിപാടി കേട്ടോ. ഓരോ ദിവസമായിട്ട് ഓരോന്നും കുറച്ചായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയിലെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഒരുവിധ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഗരം മസാല പൊടിപ്പിച്ച് വെക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഉള്ളത്. ഞാൻ രാവിലെ തന്നെ കറി റെഡിയാക്കി വെച്ചിരുന്നു, ചിക്കൻ കറി. പിന്നെ മസാല പൊടി ഇട്ട് വെക്കുന്ന ഡബ്ബ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് ഫുള്ള് കാലിയായി കിടക്കുന്നു. പിന്നെ അല്ലാ, പിന്നെ മസാലപ്പൊടി പൊടിപ്പിച്ച് വെച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും ചെയ്ത്. പിന്നെ അപ്പം മോള് ഇങ്ങനെ രാവിലെ കത്തലെടുക്കാൻ വേണ്ടിയിട്ട് തിരക്കാക്കുന്നുണ്ട്. പിന്നെ ഉമ്മാൻ്റെ വീഡിയോയിൽ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എപ്പാൾ ഇതൊക്കെ ആയിക്കയ്യാന്നെല്ലാം പറഞ്ഞാൽ ഇതാ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഇരുത്തേ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ സ്കൂളില്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ ഷൂട്ടാക്കിയത്. സൺഡേ ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പിന്നെ മസാല പൊടിപ്പിക്കുമ്പം വിചാരിക്കും ഇക്കൊല്ലം മുഴുവനുണ്ടാകുമെന്ന് വിചാരിക്കും. പിന്നെ ഇവിടെ പെട്ടെന്ന് എനിക്ക് തീരും. 2 മാസമൊന്നും സത്യം പറഞ്ഞാൽ 2 മാസമൊന്നും തികയില്ല, അപ്പോൾ എനിക്ക് കാലിയാകും. ഈ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണിയെല്ലാം വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിയും. ചില സമയം എന്താ പറയുക, ബിരിയാണി എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ. അതുപോലെ മടിയെല്ലാം വന്നാൽ ഞാൻ പെട്ടെന്ന് ബിരിയാണി റെഡിയാക്കുക. ഈ ചിക്കൻ ബിരിയാണി എന്നെ വെക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ചെമ്മീൻ ബിരിയാണിയോ പിന്നെ എന്താ പറയുക മുട്ട ബിരിയാണി അങ്ങനത്തെ എല്ലാം പെട്ടെന്ന് ഒരുങ്ങിയല്ല. അപ്പം പണി തീർക്കാൻ വേണ്ടിയിട്ട് വേഗം അങ്ങനെയുള്ള പരിപാടിയിലേക്കാണ് ഞാൻ കൂടുതലായിട്ട് നോക്കാറ്. അപ്പോൾ പിന്നെ മസാലപ്പൊടിയും പെട്ടെന്ന് കഴിയും, അതാണ് സംഭവം. ബിരിയാണിൻ്റെ മസാല റെഡിയാക്കുമ്പോൾ ഞാൻ ഈ ഒരൊറ്റ മസാലപ്പൊടി മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇത് പൊടിപ്പിക്കുമ്പോൾ എല്ലാം ചേർത്തിട്ട് പൊടിപ്പിക്കും. പിന്നെ എൻ്റെ സ്പെഷ്യലായിട്ട് വേണ്ട അതും കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ ഈ ഫിഷ്, ചെമ്മീൻ, അതേപോലെ തന്നെ കല്ലുമ്മക്കായ,
മുട്ട ബിരിയാണിയൊക്കെ റെഡിയാക്കുമ്പോൾ മാത്രം അല്പം മുളക് മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാറുള്ളൂ. അല്ലാതെ എല്ലാ ഇറച്ചിൻ്റെ ബിരിയാണി വെക്കുമ്പോഴും ഈ ഒരു മസാലപ്പൊടിയിലാണ് ഞാൻ മസാല റെഡിയാക്കാറ്. നല്ല ടേസ്റ്റാണ്. പിന്നെ എന്നോട് 2-3 പേരൊക്കെ ഇങ്ങനെ മുമ്പേ റെസിപ്പി വീഡിയോ കൊടുക്കാൻ പറയുന്നുണ്ട് ഇതിൻ്റെ ബിരിയാണിൻ്റെ. പക്ഷെ ഞാൻ കൊടുക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ റെസിപ്പി വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് അതിലാണ് ബുദ്ധിമുട്ട് തോന്നിക്കാറ്. അതില്ലെങ്കിൽ വ്യൂ കയറുകയും ചെയ്യില്ല. അതുകൊണ്ടല്ലാന്ന് പിന്നെ കൊടുക്കാത്തത്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കല്ലേ, അല്ലാതെ വെറുതെ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇനി വേറൊരു കാര്യം കൂടി ഞാൻ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നുണ്ട് വ്യൂ കയറുന്നില്ല എന്ന്. ഇപ്പം പിന്നെ മുമ്പത്തെ പോലെയല്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. മുമ്പെന്ന് വെച്ചാൽ കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ. അപ്പോൾ അവരെ വീഡിയോസ് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇന്ന് പിന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പോൾ ഒന്ന് കഴിഞ്ഞാലും മറ്റേത്, അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ നിൽക്കുന്നില്ലല്ലോ. ഒരാളത് കണ്ടിട്ട് പകുതിക്ക് ഇട്ടിട്ട് പിന്നെ അടുത്തേൽ പോകും. അങ്ങനെ മാറി മാറി പോവുകയല്ലേ ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ സബുള്ളവർക്ക് വരെ പിന്നെ വ്യൂ കുറഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ചെറിയ സബുള്ളവർക്ക് പോലും നന്നായിട്ട് വ്യൂ കയറുന്നതും ഉണ്ട്. ഇന്നത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, ഏകദേശം എനിക്ക് തോന്നുന്നത് എല്ലാവരും ഒരുപോലെ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ 6 ലക്ഷം സബൊക്കെ ഉള്ളവർക്ക് തന്നെ വ്യൂ 500 നിൽക്കുന്നതുണ്ട്. പിന്നെ സബ് കുറഞ്ഞവർക്ക്, അതായത് 500 സബുള്ളവർക്ക് പോലും എന്താ പറയുക അത്രയും വ്യൂ കയറുന്നുണ്ട് ഇന്ന്. പിന്നെന്ന് വെച്ചാൽ വ്യൂവിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു വീഡിയോക്ക് വ്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വീഡിയോക്ക് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ നിന്ന് അത്രയും വീഡിയോ അങ്ങോട്ടുകൊണ്ടിരിക്കുക. യൂട്യൂബ് അതാണ് കൂടുതലായിട്ട് നോക്കുക. പിന്നെ ഞാൻ ഒരുപാട് പേരത് ഇപ്പോൾ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് സബ് ഉണ്ട്, പക്ഷെ വ്യൂ പതിയെ കുറഞ്ഞു പോയിട്ടുണ്ട്. മുമ്പൊക്കെ നല്ല വ്യൂ ഉള്ളവർക്ക് ഇപ്പം കുറഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ചാനൽ. പിന്നെ അതുമല്ല അവർ വീഡിയോസ് ഇട്ടുന്നതും കുറഞ്ഞു നിന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ വ്യൂ കിട്ടാത്തത് കൊണ്ട് നമ്മൾ വ്യൂ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇടാതിരിക്കാൻ പാടില്ല. വ്യൂ കുറഞ്ഞാലും മൈക്കില്ല, കൂടിയാലും മൈക്കില്ല എന്ന് വിചാരിച്ചിട്ട് വീഡിയോ അങ്ങോട്ടോണ്ടിരിക്കുക. പിന്നെ ചിലവർ പറയുന്നേക്കാം നല്ല വീഡിയോസ് എടുക്കുക, നല്ല കണ്ടന്റ് കൊടുക്കുക എന്നെല്ലാം പറയുന്നേക്കാം. അതെല്ലാം എനിക്ക് കൂടുതൽ ഇത് തോന്നിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് ഓടുന്ന വീഡിയോസും ഉണ്ട്. എല്ലാം കൊടുത്തിട്ട് നല്ല കൊടുത്തിട്ട് ഓടാതെ വീഡിയോസ് വേറെയുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലക്കെല്ലാം തന്നെയാണ്. ഇത്ര കഴിവ് ഇത്ര ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ഫുൾ ഭാഗ്യം തന്നെയാണ്. യൂട്യൂബിനൊരു കാര്യം എങ്ങനെ തന്നെയാണ്. പിന്നെ വീഡിയോസ് ഇടാണ്ടിരിക്കാൻ പാടില്ല. ഒരു 3 ആഴ്ചയിൽ വീഡിയോസ് ഇടാണ്ടെന്നാൽ പിന്നെ കാര്യം പോക്ക് തന്നെയാണ്. ഉള്ള വ്യൂവും കൂടി കിട്ടൂല. അതുകൊണ്ട് വ്യൂ കുറഞ്ഞാലും കൂടിയാലും വയ്ക്കലേ വീഡിയോ ഇട്ടുകൊടുക്കുക, അത്രയെല്ലാം തന്നെയാണ്. പിന്നെ ഒരിക്കലും നമ്മൾ ഒരു വീഡിയോസ് ഇടുമ്പോൾ കൂടുതൽ അഭിപ്രായം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് പിന്നെ നമുക്ക് അതിൽ ഇടുന്ന വീഡിയോസിൽ സംശയം ഉണ്ടാകാനും പാടില്ല. അത് കണ്ടിട്ട് ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുമോ, മറ്റുള്ളവരെന്തെങ്കിലും പറയാം, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. കഴിയുന്നതും അത് നമ്മൾ കൊടുക്കുക. നല്ലതാണെന്ന് തോന്നിയാൽ അങ്ങനെ കൊടുത്തോളി, അത്രയേ ഉള്ളൂ അല്ലേ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വീഡിയോസ് അവിടെ വെച്ചിട്ട് അതിൽ ഇങ്ങനെ റവന്യൂ പിടിക്കുന്നതല്ലല്ലോ. നമ്മളിങ്ങനെ അടുത്ത വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അല്ല, റെസിപ്പി വീഡിയോ മാത്രമാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും കൊടുക്കാൻ. പക്ഷേ വ്ളോഗ് കാര്യങ്ങളെല്ലാം ആകുമ്പോൾ നമുക്ക് ഏത് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആകും അല്ലേ. അങ്ങനെ മാറ്റി പിടിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ കൂടുതൽ അഭിപ്രായമൊന്നും നോക്കാനൊന്നും പറ്റില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിനൊരു അറ്റയില്ലല്ലോ. അറ്റയില്ലാന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ പിന്നെ എല്ലാ വീഡിയോസും അങ്ങോട്ടെന്ന് വിചാരിച്ചിട്ട് കൊടുക്കുക, അത്രയെല്ലാം തന്നെയാണ്. യൂട്യൂബിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളിത് എപ്പോഴാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അത്ര വരെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. വീഡിയോക്ക് ക്വാളിറ്റി ഇല്ല, വ്യൂ ഇല്ല, അത്ര പോരാന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ഇരുന്നാൽ പിന്നെ യൂട്യൂബ് എന്തായാലും പ്രൊമോട്ട് ചെയ്യില്ല. യൂട്യൂബ് ഇങ്ങനെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നവരെ മാത്രമേ പ്രൊമോട്ട് ചെയ്യും. അതുമല്ല, ഷോർട്സ് ആയാലും ലോങ് ആയാലും അതങ്ങ് ഇട്ടുകൊണ്ടേയിരിക്കണം. എപ്പോഴെങ്കിലും ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് നടക്കാം. എനിക്കൊക്കെ മുമ്പ് അങ്ങനെ തന്നെയാണ്. 20, 10, 50 വ്യൂ തന്നെ ഒരു 2 മാസം വരെ 50 വ്യൂവിലെല്ലാം നിന്നിട്ടുണ്ട്.
എന്നിട്ടും പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും ആപ്പെങ്കിൽ ശരിയാകട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം കുഴപ്പമില്ലാണ്ട് തിരക്കേടില്ലാണ്ട് ഇങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ വിചാരിക്കുക. പിന്നെ ചിലവർക്ക് പെട്ടെന്ന് അങ്ങ് കിരുണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് താനെ കുറയുന്നതും ഉണ്ട്. പിന്നെ ചിലവരത് അങ്ങനെ തന്നെ പോകും. യൂട്യൂബിൻ്റെ ഒരു കാര്യം അങ്ങനെയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ നമ്മളെ മൈൻഡ് ഫുള്ള് ഇതിൽ തന്നെ കൊടുത്താൽ നമ്മൾ ആകെ വിഷമിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ പോവാതിരിക്കുക. അധികാളിപ്പം പറയുന്നുണ്ട് യൂട്യൂബിൽ കയറുന്നില്ല, ഭയങ്കര വിഷമം അങ്ങനെ ഇങ്ങനെയെന്നുള്ള. ഞാനും പറഞ്ഞു അതെല്ലാവർക്കും ഉണ്ടാക്കും, പക്ഷേ ഇതെന്നെ നോക്കിയിട്ട് ഇതിന് കാര്യമില്ല, ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇടണം. അതിപ്പോൾ പിന്നെ പോരാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പാടില്ല, കഴിയുന്നത്ര വീഡിയോ കൊടുക്കുക, ഷോർട്സ് ആയാലും ലോങ് ആയാലും. അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ എന്നോട് ഇങ്ങനെ 2-3 പേരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് സൂചിപ്പിച്ചു, അത്രയേ ഉള്ളൂ. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്, വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം, അത് ലോങ് ആയാലും ഷോർട്സ് ആയാലും. പിന്നെ അപ്പോൾ ഇതാ എൻ്റെ ഗരം മസാല എല്ലാം പൊടിപ്പിച്ചിട്ട് ഞാനിതാ ഗ്ലാസ് ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ. ക്ലീനിങ്ങും യൂട്യൂബിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഇടാം. അതിൻ്റെ പേയ്മെൻറ്റ് ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.